ഹലോ. അപ്പോൾ ഈവനിങ് ഞാനൊന്ന് പുറത്തോട്ട് പോവാണ്. കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകണം. ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, അനിയത്തിയും കൂടെ വരുന്നുണ്ട്. അവളൊരു സ്ഥലത്ത് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് ദൂരം നടന്ന് അവിടെ നിന്ന് ബസ് കയറിയിട്ടാണ് പോകുന്നത്. റോഡിൽ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ബസ്സിലിപ്പോൾ വീഡിയോസൊന്നും അധികം എടുക്കാൻ പാടില്ല എന്നാണ്, അതുകൊണ്ടാണ് അകത്തെ വീഡിയോസൊന്നും എടുക്കാത്തത്. ഞാൻ പിന്നെ ഗാന്ധി പാർക്കിൽ പോയി അവിടെ കുക്കുവിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാ പത്മനാഭനെയും കണ്ടാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്. കുക്ക് വരാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞ് ഞാൻ നല്ല പോസ്റ്റായിട്ട് അവിടെ ഇരിക്കുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുക്ക് വന്നു. ആദ്യം ഞങ്ങൾ പോയത് കുക്കുവിനൊരു ഷോപ്പ് നോക്കാൻ വേണ്ടിയിട്ടാണ്, അവളുടെ ബൊട്ടീക്കിന് വേണ്ടിയിട്ട്. പക്ഷേ ഒന്നും ശരിയാവുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങളത് വിട്ടിട്ട് അവളുടെ ഒരു ഫ്രണ്ടിന് ആക്സിഡൻ്റ് ആയി എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ആക്സിഡൻ്റ് ആയിട്ട് കുറച്ച് ദിവസമായി. അങ്ങനെ ആ കുട്ടിയെ കാണാൻ വേണ്ടി ആ കുട്ടിയുടെ വീട്ടിലോട്ട് ഞങ്ങൾ പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഇവൾ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും അവൾക്ക് കറക്റ്റായിട്ടുള്ള വീട് അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ അവളുടെ ഒരു കസിൻ, അതായത് കുക്കുവിൻ്റെ ഫ്രണ്ടിൻ്റെ കസിൻ വന്ന് ഞങ്ങളെ പിക്ക് ചെയ്തുകൊണ്ട് പോവുകയാണ്. പോയപ്പോൾ അവൾക്ക് മനസ്സിലായി ഈ വഴിയാണ് പോവേണ്ടതെന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ ആ കുട്ടിയുടെ വീട്ടിൽ ഏകദേശം എത്തി. പക്ഷെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ വീട് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ആ വീട് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ട്രഡീഷണൽ ലുക്കിലാണ് ആ വീടിൻ്റെ ഉൾഭാഗമൊക്കെ. ഞാൻ പിന്നെ ആ വീടിൻ്റെ ഉൾഭാഗമൊന്നും എടുത്തില്ല, കാരണം നമ്മൾ അവരുടെ പെർമിഷൻ ഇല്ലാതെ അങ്ങനെയൊന്നും എടുക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഇതാണ് കുക്കുവിൻ്റെ കൂട്ടുകാരി. സ്ഥലം എനിക്കറിയണ്ട. ആ കുട്ടിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി. അങ്ങനെ പുള്ളിക്കാരി ലീവാണ്. അങ്ങനെ ആ കുട്ടിയെ കാണാൻ വേണ്ടി ഞങ്ങൾ പോയി. ഇതാണ് ആ കുട്ടിയുടെ വീടിൻ്റെ ഔട്ട് സൈഡൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പാനിപ്പൂരി കഴിക്കാൻ കൊതിയായി. ഞങ്ങളങ്ങനെ തിരുമല വന്ന് പാനിപ്പൂരി കഴിക്കുകയാണ്. എവിടെ നിന്ന് നമ്മൾ പാനിപ്പൂരി കഴിച്ചാലും ഈ ഒരു കടയിൽ നിന്ന് വന്ന് കഴിക്കുന്നതിൻ്റെ ഫീൽ അത് വേറെ ലെവലാണ്. എവിടെ പോയി പാനിപ്പൂരി കഴിച്ചാലും ഇവിടെ നിന്ന് കഴിക്കുന്നതിൻ്റെ ആ ഒരു സുഖം ഒരിടത്തുനിന്നും കിട്ടില്ല. അങ്ങനെ ഞങ്ങൾ പാനിപ്പൂരിയൊക്കെ കഴിച്ചു. അവിടെ നിന്ന് നേരെ പോയത് ഞങ്ങളൊരു സൂപ്പർ മാർക്കറ്റിലാണ്. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ കയറി കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ് ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബില്ലൊക്കെ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം ചെന്നപ്പോഴാണ് ഞങ്ങളുടെ വീട്ടിലെ ചാർലി ഇതാ വഴി നിൽക്കുന്നു. പിന്നെ കുക്കു വിളിച്ച് ചാർലി വാന്ന് പറഞ്ഞ് വിളിച്ച ഉടനെ തന്നെ അവൻ അവളുടെ കൂടെ ഓടി. അത്രയ്ക്ക് ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ ചാർലി. കുക്കു പോകുന്നതും വരുന്നതും എല്ലാം അവന് കറക്റ്റ് ടൈമിങ് അറിയാം. ആ ടൈം ആകുമ്പോൾ ഈ ഒരു സ്ഥലത്ത് വന്ന് അവൻ നിൽക്കുന്നത് അവളുടെ കൂടെ ഓടി വരാൻ വേണ്ടിയിട്ട്. സ്ഥിരം അവൾ ജോലിക്ക് പോകുമ്പോഴുള്ള കാര്യങ്ങളാണ്. സ്ഥിരം അവൻ അവളുടെ കൂടെ ഓടുകയും ചാടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അവൻ ആദ്യം കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പക്ഷേ കുറച്ച് ദൂരം നിന്നപ്പോൾ വീണ്ടും അവൻ ബാക്കിലായി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ.